എന്താ ഉറങ്ങുവാണോ? താളം പിടിക്കാം. ഏട്ടാ ഞാനേ ജോലിയൊക്കെ പെട്ടെന്ന് ഒതുക്കിയിട്ട് നമുക്ക് ഉച്ച കഴിഞ്ഞിട്ടൊന്ന് പുറത്തു പോയാലോ? എടി നല്ലൊരു ഞായറാഴ്ചയായിട്ട് നമുക്ക് ഇങ്ങനെ മുഖത്തോടെ മുഖം നോക്കി ഒന്നും രണ്ടും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നതല്ലേ എൻ്റെ രസം. നമ്മൾ ഒന്നിച്ചല്ലേ ഏട്ടാ പോകുന്നത്. അപ്പൊ പോണ വഴിക്ക് മിണ്ടിയും പറഞ്ഞൊക്കെ പോകാം, കൂട്ടത്തിൽ ചായ കുടിക്കാം, ബീച്ചിൽ പോകാം, സംസാരിക്കാം. എപ്പോഴും കറങ്ങുന്നതാണ് വലിയ താല്പര്യം. ഇപ്പൊ എത്ര നാളായി ഏട്ടാ ഒന്ന് പുറത്ത് കൊണ്ടുപോയിട്ട്. ആണോ? ശരി പോക്കളാ. റെഡി? ഹലോ, അതെ കനകന. ആ അളയാ ദിലീപേ, എന്തുണ്ട്? ആ ആണോ? ഓ ഉണ്ട്, ക്ലീറ്റുണ്ട്. ആ സ്കോച്ചനളയാ. ആ അപ്പോൾ തകർക്കാം നമുക്ക്. ശരി ഓക്കെ, കാണാം. ആ എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച ദിലീപാ. അത് ചുമ്മാ നമുക്കൊന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചതാ. സ്കൂള് ഒരു ഭയങ്കര സംഭവം തന്നെ അല്ലേ? നമുക്ക് ആ നല്ല ഓർമ്മകളിലേക്ക് പോകുമ്പോഴേ ഇപ്പോഴല്ലേ ആകെ ദുരിതങ്ങളായി പോണത്. അതെ, സ്കൂളിൽ പഠിക്കുമ്പോ നമ്മൾ ഓർക്കുവേ പഠിച്ച് വലുതായിട്ട് കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാം. പിന്നെ കല്യാണം കഴിച്ചു കഴിയുമ്പോഴാണ് ഓർക്കുന്നത് അതൊന്നും വേണ്ടായിരുന്നു, സ്കൂളിൽ തന്നെ ഇരുന്നാ മതിയായിരുന്നു. അങ്ങനെ തോന്നണ്ടായിരുന്നല്ലോ. എനിക്കിപ്പോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. എനിക്ക് പണ്ടേ അങ്ങനെ തോന്നണേ. ഞാനിങ്ങനെ ആയിരിക്കണം. എൻ്റെ 1ാം ക്ലാസ്സിലെ എൻ്റെ കൂടെ പഠിച്ചതെന്ന് വെച്ചാൽ മർഗീതൻ, സണ്ണി, നമ്മളെല്ലാം കൂടെ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ദീപ്തി ഭഗവതി, നമ്മളെല്ലാം കൂടെ ഇങ്ങനെ ഒരുമിച്ചാ. ഭയങ്കര രസമായിരുന്നു കുറേ ഒരു കാലം. ബിജു, മറ്റേ അപ്പിയല്ല, മറ്റേ മുട്ടമ്പലം ബിജു ഇല്ലേ? ബിജു, മുജീബ്, ഷിബു, കുറെ പേരുണ്ട് നമ്മള്. പിന്നെ ജോയിലാലൻ തന്നെ, അത് നമ്മുടെ സീനിയറാ. പുള്ളി സീനിയറാണ്. പക്ഷെ പുള്ളിയാണ് എന്നെ അവിടെ ഈ CFA കൊണ്ട് നാടകത്തിനെ കൊണ്ട് ചേർക്കുന്നത്, അല്ലെങ്കിൽ മത്സരങ്ങൾക്ക് പോകുന്നത്. അങ്ങനെ ആ സമയത്തുള്ള ഞാൻ വിചാരിച്ച ചേട്ടൻ്റെ കൂടെ പഠിച്ചതായിരിക്കും. അല്ലടി, അണ്ണാന്ന് കൂടെ പഠിക്കുന്ന വിളിക്കാനെങ്കിലും. അല്ല, ചിലപ്പോ തോറ്റിരിക്കാലോ. ലോക തോൽവിയാണല്ലേ. അയ്യോ, നല്ല സംഭവം. അപ്പൊ ഞാൻ പെട്ടെന്ന് ജോലിയൊക്കെ തീർക്കട്ടെ. എന്തിനാ പോവണ്ടേ നമുക്ക്? അല്ല, ഇന്ന് വൈകുന്നേരം വേറൊരു പരിപാടി ഉണ്ട്. അയ്യോ, അങ്ങനെ ഞാൻ ക്ലീറ്റോ ഒന്ന് വിളിച്ചോട്ടെ. ഏട്ടാ എന്ത് അവിടെ നിൽക്കുക, നമുക്ക് പോയിട്ട് പോകണ്ടേ? ഞാൻ വേറെ ദിവസം പോവാന്നേ. ചുമ്മാ കൂടെ പഠിച്ചൊരു ഒരു ആവശ്യത്തിന് വിളിക്കുമ്പോ എന്തൊരു കഷ്ടമാണ്. ഒരു ദിലീപും അപ്പിബിജും ജ്യോതിലാലും മനുഷ്യരുടെ സ്വസ്ഥത കളയാനായിട്ട് ഒരവധി ദിവസം കിട്ടിട്ട് ഇങ്ങനെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട കാര്യമുണ്ടോ? ഒരു മര്യാദ ഇല്ലാതെ. വല്ലപ്പോഴും അല്ലേടി അവരിങ്ങനെ സന്തോഷിക്കുന്നത്, അവരുടെ കൂട്ടുകാരെന്നല്ലേ പറഞ്ഞത്. ഞാൻ പറഞ്ഞേ എടി, അവര് പണ്ട് മുതലേ ഭയങ്കര കൂട്ടുകാരായിരുന്നു. നിനക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവൂലാത്തത്? പിന്നെ കൂട്ടുകാർ, നമുക്ക് ആർക്കും കൂട്ടുകാരില്ലല്ലോ. ആമ്പിള്ളേരെ ഇങ്ങനെ പിടിച്ചമർത്തിയാലുണ്ടല്ലോ അത് ആപത്തായിട്ട് വരും. ഞാൻ കാര്യം പറഞ്ഞേക്കാം. അതൊന്നല്ലെന്നേ, മദ്യപാനായിരിക്കും കാരണം. വെറുതെ പുതിയ ഓരോ ഇല്ലാത്ത കണ്ടുപിടുത്തങ്ങൾ. ഒരു നല്ല കൊച്ചു നടക്കുന്നുണ്ടോ മുറ്റത്തങ്ങ് ഉലാത്തുന്ന്. അവനെ വിളിച്ചെങ്കിൽ മുമ്പേ ഓടിയന. വെറുതെ എന്റെ പിള്ളേരെ കുറ്റം പറയരുത് കേട്ടോ. അങ്ങോട്ട് നോക്ക്, കണ്ടാ ആടി വരുന്നേണ്ട. ഇപ്പൊ ഞാൻ കൂടെ നടന്നിട്ടാണല്ലോ അങ്ങോട്ട് മക്കള് നാശായത്. വെറുതെ പറഞ്ഞല്ലോ. സ്കൂളിന്റെ ഫ്രണ്ട് വെച്ചെല്ലാം ചെയ്യും. നീ കുടിച്ചാടാ? നിങ്ങൾ കുടിച്ചിട്ടാണോ? ഞങ്ങൾ കുടിച്ചത് സർവത്ത് കുടിച്ചപ്പുറത്ത്. സരസ്വതിയാ സർവത്ത് കുടിച്ചിരുന്ന സർവത്ത്. ഇങ്ങോട്ട് നോക്കടാ. താമസം എന്താടാ? റിയൂണിയൻ, പുനർസംഗമം. നമ്മുടെ സ്കൂളിലെ SLC ബാച്ചിലാണ് ഒരു ഒത്തുകൂടാൻ പോണം. എവിടെ? ഷാപ്പിലോ? പള്ളിക്കൂടത്തില് 5-ാം തീയതി ഞങ്ങള് ആ ബാച്ച് എല്ലാ കുട്ടികളും കൂടെ ഒരുമിച്ച് കൂടി ഫാമിലി ആയിട്ട് കൂടും. നമ്മളെല്ലാരും കൂടും. പിന്നെ നിന്റെ വിളിക്കാനുള്ള പേര് എന്റെ ലിസ്റ്റിൽ എനിക്ക് ഓർമ്മയുണ്ട്. മിനി, ബിന്ദു, മനോജ്, പിന്നെ മനോജ്, രാജേഷ്, നമ്മുടെ രാഷ്ട്രീയ. എന്റെ നടക്കുന്നത് സജിത, സംഗീത, ജിജീഷ്ണൻ, അരുഘോഷ്, പ്രബിന്ദ്, ഇതൊക്കെ എന്റെ ലിസ്റ്റ്.
ഇവിടെ ഇരിക്കട്ടാ. അതെ നല്ലതാ, അത് നല്ലൊരു തീരുമാനമായിരിക്കാൻ പറഞ്ഞത്. കാര്യം വെച്ചാലേ നമ്മളെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ മുഴുവൻ ചുമതലയും ഞാനും അളിയനും കൂടെയാണ് നോക്കേണ്ടത്. അതിന്റെ രീതിയിലെടുക്കും. എങ്ങനെ എങ്ങനെ നിങ്ങൾ രണ്ടാളോ? 5-ാം തീയതി ഒരു അടിപൊളി പരിപാടി നമ്മൾ സ്കൂളിൽ വെച്ച് നടത്തും. നിങ്ങൾ ബിരിയാണി. രണ്ടാണെങ്കിൽ അടിപൊളിയാവില്ല, അടിച്ചു പൊളിക്കും. ഓ ഓ അളിയ ഇതെന്തെന്നറിയാമോ? കൊതിക്കറവ്. അമ്മാവനെ വിളിക്കാതെ തന്നെ കൊതിക്കറവ്. നീ നീ ഡേയ്, കഴിക്കണതിന് മുമ്പ് ശാലം കളഞ്ഞില്ലേ? ഞാൻ തുപ്പിയല്ലോ അമ്മാവൻ്റെ ഉള്ള. ഓടാ അവിടുന്ന്. അയ്യോ ഓ ഓ, അയ്യോ. എവിടെ നീട്ടിയത്? എവിടെന്ന് വരുന്നു? തുഴഞ്ഞു എവിടെന്ന് വരുന്നു? എടേ മീറ്റിംഗ് യൂണിയൻ കൂടി പറഞ്ഞു. ഇതാണ് നിങ്ങളുടെ മീറ്റിംഗ്? രാവിലെ പോയതല്ലേ ഇവിടുന്ന്? ഇത്ര കൂടുന്നുണ്ട് കേട്ടോ ഏട്ടാ. എന്ത് പറഞ്ഞാലും അമ്മ ഒന്നും പറയണ്ട. ഇത് ഒന്നുമില്ല. പോയോ? അയ്യോ രാവിലെ ഞാൻ പറഞ്ഞ നാത്തൂനെ നമുക്ക് വൈകിട്ടൊന്ന് പുറത്തു പോണോന്ന്. അപ്പൊ എന്തൊരു തിരക്കായിരുന്നു. മറ്റേ ഇവിടെ ഉണ്ടല്ലോ ഡി എടീ ഡീ മറ്റേ സിത്താര നിന്നെ ചോദിച്ചു. നീ എന്താടേ കാണിക്കണത്? ഞാൻ ചെരുപ്പിടാനുള്ള ശ്രദ്ധ. അത് ആ കാലല്ലേ? ചെരുപ്പ് എന്നിട്ട് ഓടി കള്ളറങ്ങുമ്പോ തന്നെ വന്നോളൂ. അതെന്നാ നീ ഇത്? പേക്കൂത്ത്. ആ, ഒരു ചെരുപ്പ് വേറെ ചെരുപ്പ്. പിന്നെ നമ്മള് നീയൊക്കെ പോയാ വേറെ. ഓ തൻ വാസന്തം ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം. ഡെയ്സി ഡെയ്സി. ഏട്ടാ എവിടെയാ ധൃതി വെച്ച് പോണത്? വാമനപുരം. എവിടെ? വാമനപുരം കണ്ടിട്ടില്ലേ? അവിടെ ആരെ കാണാൻ പോവാ? മിനിയെ കാണാൻ. ഇപ്പൊ അവിടെ ആരെ കാണാൻ പോവാ? എനിക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വാമനടുത്ത് മിനിയെ കാണാൻ പോകുന്നു. കാരണം അവളെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പൊ വീട്ടിൽ പോയി അവളെ കാണണം. 24 മണിക്കൂർ ഇങ്ങനെ റീയൂണിയനുമായിട്ട് നടന്നു. എടീ 10-25 വർഷം കൊണ്ട് ഞങ്ങൾ എല്ലാവരും കാണാൻ പോകുന്നല്ലേ. അപ്പൊ അതിന്റെ സന്തോഷം കാണും. ഈ വീട്ടിലെ കാര്യങ്ങൾ വല്ല ഏട്ടൻ ഇപ്പൊ നോക്കുന്നുണ്ട്. ഇവിടെ സാധനങ്ങളൊക്കെ തീർന്നിട്ട് എത്ര ദിവസമായെന്നറിയോ? ആ, നീ ഒരു കാര്യം ചെയ്യ്. അമ്മാവനെയൊക്കെ വിളിച്ചോണ്ട് പോകാൻ നോക്ക്. ഓ, ഞാൻ ആരെങ്കിലും കൂട്ടി അങ്ങോട്ട് പോയിക്കോളാം. എന്റെ വീട്ടിലെങ്ങാനും പോണ കാര്യം പറഞ്ഞാലോ ആ എഞ്ചിനീയറെ കാണാൻ പോണം, അവിടുത്തെ ലൈൻ ശരിയാക്കണം. ഇപ്പൊ ഒരു തിരക്കും ഇല്ല ഏട്ടന്. ഇങ്ങോട്ട് തിരി പറ, ഞാൻ പറഞ്ഞതിനൊക്കെ മറുപടി പറ. എന്ത് പറയണത്? വീട്ടിലെ സാധനം തീർന്ന നീ അമ്മയോ അമ്മാവനെയോ അല്ലെങ്കിൽ തങ്കത്തിനെ വിളിച്ചോണ്ട് പോണം. മനസ്സിലായല്ലോ? പറഞ്ഞില്ലല്ലോ. അതൊന്നും അല്ല, എനിക്കറിയാം. കൂടെ പഠിച്ച പെമ്പിള്ളാരൊക്കെ കാണാനല്ലേ ഇപ്പൊ ഈ റീയൂണിയൻ പ്ലാൻ ചെയ്തത്. ആമ്പിള്ളേരുണ്ട്. ആമ്പിള്ളാര് അതൊന്നും അല്ല. പെമ്പിള്ളാരെ വിളിച്ചിട്ട് ഫോൺ കിട്ടില്ല. ഏട്ടാ എന്താ ക്ലീറ്റോ? 2 ആഴ്ചയായിട്ട് എന്താ അളിയന്മാരുടെ ഒരു ഒരുമി സ്നേഹവും. ഓ, രണ്ടിന് സമ്മതിച്ചു ഞാൻ. എന്താ കുഴപ്പം? അപ്പൊ വേണമെന്ന് വെച്ചാൽ ഒരുമിച്ച് ജീവിക്കാനും അറിയാലേ. അയ്യേ, നീ ഇങ്ങനെ ആയിപ്പോയല്ലടാ. അവർ ഒത്തൊരുമിച്ച് ജീവിക്കണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് കണ്ട് നമ്മൾ സന്തോഷിക്കണം, അതാ വേണ്ടത്. അല്ല, ഈ പരിപാടി കഴിയുന്നവരെങ്ങനെ തമ്മിലല്ലാണ്ട് ഒരുമിച്ച് ഇരുന്നാ മതിയായിരുന്നു. എല്ലാത്തിനും ഒരു മോശം ചിന്തയാണ് അമ്മാവന്. അമ്മ, ഞാൻ ചോദിക്കുന്നത്, നമ്മൾ കൂട്ടുകാരൊക്കെ പഴയ കൂട്ടുകാരെ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവൂലേ? പിന്നെ ആ സന്തോഷം എന്റെ മുഖത്ത് വന്നപ്പോ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. അമ്മ സ്കൂളിൽ പോകുമ്പോ എങ്ങനെയായിരുന്നു? എന്റെ ദൈവമേ, ഇതൊക്കെ കണ്ടപ്പോ ഞാൻ എന്റെ കുട്ടിക്കാലം ആലോചിക്കുക. ഒരു പാവാട അത് കഴുകിയിട്ടിട്ട് വേണം 2 ദിവസം കഴിഞ്ഞ് കൊടുക്കാനുള്ളത്. എന്റെ ദൈവമേ, ഞാൻ പെട്ട പാട്. അങ്ങനെയാണ് ആ കാലം. അത് കൊടുത്തും കൊണ്ട് ഞാനിങ്ങനെ വയലിന്റെ വരമ്പത്തൂടെയാണ് അന്ന് നടക്കേണ്ടത്. ഒട്ടുമില്ല, ഇടവഴിയില്ല, കൊല്ലാത്ത ഒരു സമയമായിരുന്നു. ഇങ്ങനെ നടന്നു പോകും. സുമതി, രാധ, താമരാശി, ദേവകി, ക്രിസ്റ്റീന എന്ന് വേണ്ട എല്ലാവരും അവിടെ കാണും. അവിടെ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ ചെല്ലും. ഞങ്ങളൊരു കൂട്ടായ്മയാണത്. എല്ലാവരും കൂടെ ഇങ്ങനെ പോകും. കാരയ്ക്ക, നെല്ലിക്ക, ചീമനെല്ലിക്ക, പുളിങ്കുരു വറുത്തത് എന്ന് വേണ്ട ഇതെല്ലാം കൊണ്ടുവന്ന് അവസാനം നെല്ലിക്ക തിന്ന് അവസാനം ഒരു നെല്ലിക്ക കാണും. ബ്ലേഡ് കൊണ്ട് അരിയും. ഓരോ കഷ്ണമായിട്ടാണ് തരുന്നത്. സത്യം ഇങ്ങനെ പോയി സ്കൂളിൻ്റെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു മുറച്ചിൽ ഒരു വല്യമ്മ അതും ഇതും മറ്റതും മറിച്ചതും ഒക്കെ വെച്ചോണ്ടിരിക്കുക. ഈ ഓറഞ്ചിന്റെ ഏതൾ പോലത്തെ ഒരു പുളിപ്പുള്ള ഒരു സാധനം. തോടുള്ള കപ്പലണ്ടി, തോടുള്ള അതെല്ലാം വാങ്ങിച്ച് തിന്നും കൊണ്ടാണ് വന്നത്. ഇന്നും അതുപോലെ നടക്കൂ. അതെല്ലാം ആർക്ക് വേണം? അതൊക്കെ അന്ന് നമ്മള് പാടവരമ്പ് കൂടെ പോയി
കനകനൊക്കെ റോട്ടിൽ കൂടെ പോയി. തക്കളിമോൾ ഇപ്പൊ ബസ്സിലാ പോണു. കാലം മാറിയ മാറ്റമേ സമ്മതിക്കണം. അങ്ങനെ പോണോണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ വീട്ടിലെ കാര്യങ്ങളും കൂടെ നോക്കണം. എന്താ ഇവിടെ എന്തോന്ന് പറയുന്നത്? എടി യോനല്ലാതെ പിന്നെ ആരാടി ഈ വീട്ടുകാര്യം നോക്കുന്നത്? നിന്റെ വീട്ടിൽ നിന്ന് വല്ലതും അങ്ങോട്ട് വരുമോ ഇവിടെ? ഓ ഇപ്പൊ അമ്മയും മോനും ഒരു സെറ്റ് ആയല്ലോ. അല്ലെങ്കിലും ഞങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ, നമ്മളെല്ലാരും ഒന്നായിരിക്കണം. നിന്റെ മോന്ത ആദ്യം നേരെ വയ്യോ. ഞാനൊന്നും മിണ്ടുന്നില്ല. ഒരു കൊച്ചുപോലും ഇല്ലെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്രയും ഒരു ഇത് കാണിക്കുന്നത് അവളുടെ അടുത്ത്. അത് വെച്ച് തലയിൽ കയറാൻ നോക്കരുത്. പിന്നെ അല്ലാതെ അതൊന്നുമല്ല, ഏട്ടൻ കണ്ട പെമ്പിള്ളേരെ കാണാൻ വേണ്ടി പോണതാ. പൊന്ന് ആണുങ്ങളും ഉണ്ട്, എല്ലാരും ഉണ്ട്. ഒരേ വർഷം പിന്നെ ഞാൻ നമുക്ക് ആദ്യം മാമന്റെ അടുത്ത് പോകണം. മാമന്റെ അടുത്ത് മിനിയുടെ വീട്ടില്, കാരണം അവൾ എത്ര വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവിടെ ഇറങ്ങിട്ട് തിരിച്ചു വരണ വഴി വയ്യേറ്റാണ് മറ്റോട് സുനിത ഗോപിനാഥ്. സുനിതാജി തടിച്ചിട്ടവള് 2-3 കൊച്ചുങ്ങളൊക്കെ ആയിരുന്നു തോന്നുന്നു. തൊക്കപ്പോളെ ആൾക്കായി നേരത്തെ തടിയുണ്ട്, പഠിക്കുമ്പോഴേ തടിയുണ്ടാ പെണ്ണുണ്ട്. അതെ, കല്യാണം കഴിഞ്ഞ ഒരു കൊച്ചായി നിങ്ങൾക്ക് ഇത്തിരി ഇളക്കം കുറയ്ക്കാം. നീ ഓടി അവിടെ നിന്ന്. അതെ, സത്യം പറയാനുള്ള കളിയാ. എന്നെ ഇപ്പൊ കണ്ട ഒരു 15 വയസ്സിന് പഴയ ഓർമ്മ നമ്മളെ ഒരു കാര്യമുണ്ട്. 5-ാം തീയതി വേണം എന്റെ കൂട്ടുകാരികളൊക്കെ ഒന്ന് മനസ്സ് തുറക്കാം. തുറക്കണൊക്കെ കൊള്ളാം. തുറക്കുമ്പോഴത്തേനും അവരുടെ കെട്ടിയാമാരടുത്തുണ്ടോന്ന് നോക്കിക്കോ, അതേപോലെ തന്നെ അടയ്ക്കും. അയ്യോ, ഇവിടെ നമ്മള് കഥയും പറഞ്ഞൊരു കാര്യമില്ല. പക്ഷെ വേറെ രസമുണ്ട്. എന്തൊക്കെ പറഞ്ഞാൽ 5-ാം തീയതി താരങ്ങൾ നിങ്ങളായിരുന്നു. നിങ്ങൾ രണ്ടുപേരും അങ്ങ് അടിപൊളിയായിട്ട് കിട്ടില്ല മേക്കപ്പ്. നിങ്ങൾ മനസ്സോന്ന് സന്തോഷത്തോടെ അവരെ പറഞ്ഞയക്കുക. അവർ പഴയ കൂട്ടുകാരെ കാണാൻ പോണതല്ല, അത് ഇങ്ങോട്ട് ചുമച്ച് കൊണ്ടുവരാൻ. അതല്ലമ്മ, ഈ 5-ാം തീയതി പോകുമ്പോഴേ ഇവരൊക്കെ ഒരുക്കിട്ട് വരണ്ടേ? ഇവരായിരിക്കണം സൂപ്പർ സ്റ്റാറുകൾ. നിങ്ങളെ കൂടെ തന്നെ കൊണ്ടുപോയ ഒരു കാര്യം മക്കളെ. ഇപ്പൊ ഞാൻ ആലോചിച്ച് പോണത് എനിക്കും കൂടെ ഇങ്ങനത്തെ ഒരു ഇതുണ്ടായി. പിന്നെ പഴയ പിള്ളേരെയൊക്കെ എനിക്കൊന്ന് കാണാല്ലോ എന്റെ അല്ല അമ്മയ്ക്ക് അത് ഈ പറഞ്ഞതൊക്കെ അമ്മയുടെ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി തരാൻ പറയാം. പഴയ ആൾക്കാരെ കൊണ്ട് ഞാൻ രസമായിരിക്കും. വയസ്സായ കുറെ ആൾക്കാരൊക്കെ ഒരുമിച്ച് ഭയങ്കര രസമായിരിക്കും. ഒരുത്തി കാരറ്റ്, ഒരാൾ ചെറിയൻകീഴ്, ഒരാൾ നെടുമ്പങ്ങാട് ഉള്ള പിള്ളേരാണ് കുറെ പേരുള്ളവർ. ജീവിച്ചിരിക്കണ്ടോന്നറിയോ? അല്ല, അന്വേഷിക്കണേ മക്കളെ. അത് നമുക്ക് അന്വേഷിക്കാം. പിന്നെ വേറെ ആരുണ്ട് അന്ന് വരുന്ന 5-ാം തീയതി വരുന്ന? അയ്യോ, എല്ലാരും പോണ ഇവന്റെ എന്നെയും കൂടെ കൊണ്ടുപോയി. വേറെ ഒന്നുമില്ല. എടാ, ഞാൻ ഒരു ഹവീൽദാരുടെ ഭാര്യയല്ലായിരുന്നു. ആ ഒരു സെറ്റപ്പിൽ എന്നെ കൂടെടാ. അത് പറഞ്ഞ കാര്യമുണ്ട്. നമുക്ക് അന്ന് അമ്മയ്ക്ക് ഒരു ആദരവ് കൊടുത്താലോ? ഞാൻ പറയുമ്പോഴേ എന്റെ അമ്മയെ ഞാൻ ഭയങ്കര ബൂസ്റ്റാണെന്ന് പറയില്ല. അതൊരു ഈ അമ്മയെന്ന് എന്റെ അമ്മയമ്മയെന്ന് പറഞ്ഞാൽ ഞാൻ അമ്മയെ പോലെ കാണണല്ലേ? അപ്പൊ അത് കുഴപ്പമില്ല. എടീ, ഇതൊന്നും വേണ്ട. ഒരു ഹവീൽദാരുടെ ഭാര്യയാണിത്. ആ ഒരു ഒറ്റ പരിഗണന മതി അമ്മയ്ക്ക്. ഭാര്യ നമ്മുടെ ഈ നാട്ടിൽ വേറെ ആരുണ്ട്? അപ്പൊ അമ്മയൊന്നും ഒരുക്കി കിട്ടുന്നില്ല. അപ്പൊ 3 സൂപ്പർ സ്റ്റാറിനെ കൊണ്ടാക്കി നമ്മൾ പോണത്. അത്രേ ഉള്ളൂ. ഇറങ്ങലേ? എന്തായാലും 5-ാം തീയതി ഞാൻ വരുന്നില്ല. അയ്യോ, ഇതാണ് കൈവിട്. നീ വരരുത്, എന്നിട്ട് നീ അടിച്ചു പൊളിക്കാൻ. അങ്ങനെയാണെങ്കിൽ നീ പറഞ്ഞേ, ഞങ്ങളൊന്ന് അടിച്ചു പൊളിക്കാം. പോയിട്ടമ്മ ഒന്ന് നിന്നേ. ഭയങ്കര അങ്ങ് സുഖമായി പോയി ഞങ്ങൾ അങ്ങ് വരാതിരുന്ന കേട്ടോ. ഞാനും വരും, അവളും വരും. അതിൽ കുറച്ചൊക്കെ നിർത്താൻ മതി. എന്റെ എല്ലാ ആവേശവും പോയി. നിങ്ങളെ വന്നാലും വന്നില്ലെങ്കിലും പൊളിക്കാനുള്ളത് ഞങ്ങളൊക്കെ പൊളിക്കും. അപ്പൊ അളിയനും അവരുടെ ഭാര്യമാരും അമ്മായിയമ്മ ജാവിനാർ ഒക്കെ പോവാ. അമ്മാമ്മൻ പുറത്ത്. അമ്മാമ്മനെ ആരും വേണ്ട, വരണോന്നും കൂടി ചോദിച്ചില്ല. ചേട്ടാ നീ വാ. അതിനെന്ത്? ആര്? നിങ്ങളുടെ കുടുംബ സംഗമം മറ്റേ സൗഹൃദ സംഗമം ഒന്നല്ലല്ലോ. അവര് പഠിച്ചവരല്ലേ, അവളാട് പോയാൽ മതി. അല്ല, നിന്നെ ആദരിക്കുന്നൊന്നുമില്ല. അത് ഇത്തിരി കൂടി പോകൂലേ നിന്നെ ആദരിച്ച? ഓടാടുന്നു. ഈ വയസ്സും പ്രായമായപ്പോ അമ്മയുടെ മോളല്ലേ ഞാൻ ഈ കൂട്ടുകാരെ അന്വേഷിച്ച് നടക്കണില്ലല്ലോ. ഈ പെണ്ണുങ്ങളെ പോലെയാണ് ആ പിള്ളേർ. നീയും അതിൽ അല്ല, അമ്മ അതിന്റെ ഇടയ്ക്ക് കൂട്ടുകാരെ തേടി പിടിക്കണമെന്ന് അല്ലടാ, എനിക്കതൊക്കെ ഒരു തള്ളമാര് ഇവിടെ ഇരുന്ന് നാമവും ജപിച്ച് അങ്ങനെ ഇരിക്കും. അതിനിപ്പോ കൂട്ടുകാരെ കാലം മാറിപ്പോയി. ഇപ്പൊ എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ നിങ്ങൾ പോണെങ്കിൽ പോയി, അല്ലെങ്കിൽ പോയി അടുക്കളയിൽ പോയി ജോലി ചെയ്യും. ഇരി താഴാനൊന്നും എനിക്ക് പറ്റത്തില്ല. ഞാൻ പോവും എന്തായാലും. എത്ര നേരമായി ഇത് അവന്മാരോടെ പോയി കിടക്കുന്നു? നീ ഒന്ന് ഫോൺ ചെയ്ത് നോക്ക്. വരുമായിരിക്കും അമ്മ. ഞാൻ ആദ്യം വിളിച്ചിട്ട് എടുത്തില്ല. ഫോൺ എടുത്തിട്ട് കാര്യം പറഞ്ഞുകൂടെ ഇവർക്ക്? നാത്തൂനെ ഒന്ന് വിളിക്ക്. നാത്തൂനെ എടുക്കണില്ലാന്നേ. അവരെന്തെങ്കിലും തിരക്കിലായിരിക്കും. വരും. എന്നാലും എത്ര സമയം ഇങ്ങനെ ഒരുങ്ങിക്കെട്ട് നിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അതെ, അമ്മാവനുണ്ട്.
അവരെ കണ്ടോ? അവരെ കണ്ടോ? അവരവിടെ ഓരോ കാര്യങ്ങൾ. എന്താ ഞാൻ ഈ കാണുന്നത്? അണിഞ്ഞൊരുങ്ങി സുന്ദരിമാരായിട്ടുണ്ടല്ലോ എല്ലാരും. അവരുടെ മുമ്പിൽ പിടിച്ചേക്കണ്ടേ? എത്ര നേരമായി ഞങ്ങൾ ഒരുങ്ങിക്കെട്ട് നിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പൊ വണ്ടിയായിട്ട് വരാന്ന് പറഞ്ഞു പോയ ആളുകളാ. മണിക്കൂർ 1 ആയി. അല്ല അതിന് കുഴപ്പമില്ല, ഒരു ഓട്ടോറിക്ഷ ഞാൻ അങ്ങോട്ട് ആക്കി തന്നാ മതിയല്ലോ. അമ്മാവനെ ആക്കുകയൊന്നും വേണ്ട, വേണ്ട. ഏട്ടൻ വന്ന് എന്നെ കൊണ്ടുപോയാ മതി. എടി അവര് ഇതിന്റെ ഭാരവാഹികളല്ലേ, 100 തിരക്കുണ്ടാവും. ഓരോ കാര്യത്തിന് ഓടിപ്പോയി നമ്മൾ സഹകരിക്കണ്ടേ? തിരക്കാണെങ്കിൽ വിളിച്ചു പറയാലോ. ഞാൻ അപ്പോഴേ നാത്തുവിനോട് പറഞ്ഞില്ലേ ഇത് മനഃപൂർവ്വമാണ്, വെറുതെ നമ്മളെ ഒരുക്കി കെട്ടി നിർത്തിയതാ. എടി അങ്ങനെ ചെയ്യൂല അവര്. എടാ നീ ഒന്ന് വിളിച്ചു നോക്കിയേ. ഇപ്പൊ ഞാൻ വിളിച്ചോളൂ, എപ്പോഴും വിളിക്കണ്ട. വല്ല തിരക്കിൽ നിൽക്കുവാണെങ്കിൽ ദേഷ്യമാവും. എന്ത് തിരക്കായാലും ഒരു കാര്യം പറഞ്ഞാൽ അത് ഓർക്കണ്ടേ? പിന്നെ എന്ത് ഭാരവാഹികളാ? ഞാൻ വിളിച്ചോക്കട്ടെ, ചിലപ്പോ എന്നോട് അങ്ങോട്ട് ആക്കി തരാൻ പറഞ്ഞാൽ ആക്കി തരണ്ടേ ഞാൻ? എന്നാ അവര് വരുമ്പോ എന്നെ വിളിച്ചാ മതി അമ്മ. ഈ നേരം വഴിക്കാൻ നേരത്തെ ഈ പെണ്ണുങ്ങൾ ഇത് എന്താ ചെയ്യണേ? ഒരു 10 മിനിറ്റ് കാത്തു നിന്നൂടെ? തിരക്കുണ്ടാവില്ലേ? എന്താ പറയുന്നത്? റിങ് എടുക്കണില്ലെന്നേ. ഈ ഫോൺ എവിടെയും വെച്ചിരിക്കോ? ആ ഇനിയിപ്പോ അവര് വരട്ടെ, വെറുതെ അണിഞ്ഞൊരുങ്ങി നിന്നത് തന്നെ മെച്ചം. ഓ ഈ കാര്യത്തിൽ ഞാൻ അങ്ങോട്ട് വന്നാൽ പറഞ്ഞിട്ട് കാര്യം. ആദരിക്കാഞ്ഞിട്ടല്ല. നീ എപ്പോഴും അവരെങ്ങനെ വരുന്നു നോക്കിക്ക. ഏടി അവര് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് പഴയ കൂട്ടുകാരുടെ കൂടെ 4 എണ്ണം അടിച്ച് വാളും വെച്ച് അവിടെ എവിടെയെങ്കിലും കിടക്കണ്ടാവും. ഇത് ജവന്തി പറഞ്ഞു തന്നെയാ, മനഃപൂർവ്വം ഒഴിവാക്കിയതാ ഞങ്ങളെ. ഞങ്ങൾ കൂടെ പോയി അവിടെ പെണ്ണുങ്ങളുടെ കിടന്ന് തിരിയാൻ പറ്റൂല രണ്ടിനും. എന്നേ കേക്കണം, പതിവില്ലാതെ പഴയ പെട്ടിയൊക്കെ തപ്പി ഏതാണ്ടിരുന്ന് അരച്ച ജീൻസ് എടുത്തിട്ടോണ്ട് പോയിട്ടുണ്ട്. ആ എന്തൊരു ഉത്സാഹമായിരുന്നു പോയ പോക്കിന്. 4:45 കഴിഞ്ഞ് നേരമായിട്ട് വന്നിട്ടുണ്ടോ നോക്കിയേ. അല്ല അവന് പിന്നെ എപ്പോ കയറി വന്നാലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. അവൻ ക്ലീറ്റസ് അല്ലാണ്, വന്ന് എന്തെങ്കിലും കാരണം പറയും, അപ്പൊ നീ അത് അങ്ങോട്ട് വിശ്വസിക്കും. ഇങ്ങോട്ട് വരട്ടെ, ഇന്ന് ഞാൻ ശരിക്കും വിശ്വസിക്കാം. കാണിച്ചു കൊടുക്കണ്ട് ഞാൻ. വനുണ്ട് അമ്മ, വാ. വനുണ്ട്. രണ്ടും കൂടി വരണ വരവ് വേണ്ട. അപ്പൊ വന്നു കഴിഞ്ഞ് എടുത്ത പന്തത്തെ എന്തെങ്കിലും നുണ പറയിട്ടാ. എന്തായാലും ഹെൽമെറ്റ് ഉണ്ടായതുകൊണ്ട് അങ്ങനെ ഒരു ഭാഗ്യമാണ്. എന്ത് മക്കളെ എത്ര താമസിച്ചത്? അവിടെ ആകെ പ്രശ്നമായി പോയമ്മ. നമ്മുടെ കൂടെ പഠിച്ച രാജീവ് എന്ന് പറയുന്ന പയ്യനെ ഇങ്ങോട്ട് വരണ വഴിക്ക് ആക്സിഡന്റ് ആയി, KSRTC ബസ്സുമായിട്ട്. പിന്നെ എല്ലാവരും കൂടെ അവിടെ പരിപാടി തുടങ്ങി അതിനെല്ലാം തയ്യാറായി പോകണം. പിന്നെ എല്ലാവരും കൂടെ ആശുപത്രിയിലിട്ട് പോയി. ഇത്ര സമയം ആശുപത്രിയിലായിരുന്നു. നമ്മളവിടെ വരാനും പറ്റില്ല, വിളിക്കാനും പറ്റിയില്ല, പറയാനും പറ്റില്ല. അല്ല ഇപ്പൊ പേടിക്കാന്നുള്ളത് ഡോക്ടർ പറഞ്ഞു. അപകടം തരണം ചെയ്ത് നമ്മൾ അവിടെയാണെങ്കിൽ പരിപാടിയൊക്കെ തുടങ്ങി വന്നതായിരുന്നു. അപ്പോഴാണ് ഈ പ്രശ്നമായത്. ഒരുപാട് മുറിവെല്ലാം ഉണ്ടോ അവരൊക്കെ? ആ കുഴപ്പമില്ല. ഒരു കാല് പൊട്ടലുണ്ട്, നടുവിന് ചെറിയ പ്രശ്നം. അതൊക്കെ തലയ്ക്കൊന്നും ഒന്നും പറ്റിയില്ല. കരഞ്ഞോ? രണ്ടുപേരും ഭയങ്കരമായിട്ട് കരഞ്ഞൊരു മുഖത്തിൽ. നമ്മുടെ ഒരു സുഹൃത്തല്ലേ, ഞങ്ങൾക്ക് പിന്നെ വിഷമം ഉണ്ടാവുമായിരുന്നു. രാവിലെ പോലെ ഓട്ടം തുടങ്ങിയാണ്. പിന്നെ ഒരുപാട് ഫുഡൊക്കെ അറേഞ്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇപ്പൊ വേസ്റ്റ് ആയി പോകുമല്ലോ. എല്ലാവരും 4 മണിക്ക് പോയി. ഇപ്പൊ വേറൊരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഇപ്പൊ അടുത്തടുത്ത വീടുകളിൽ കുറെ ഫുഡ് എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ ഇങ്ങോട്ട് ബിരിയാണി കൊണ്ടുവരും. നന്നായി. ഇവിടെ പിന്നെ ഭക്ഷണം കാണാതെ കിടക്കുന്നുണ്ടല്ലോ. ഞങ്ങളെ ഒഴിവാക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ ഇങ്ങനെ ഒരുക്കി കെട്ടി നിർത്തിയത്? നേരത്തെ അങ്ങ് പറഞ്ഞാ പോരായിരുന്ന? എന്നിട്ട് ഇപ്പൊ പുതിയ നുണയം കണ്ടുപിടിച്ചോണ്ട് വന്നേക്കണോ ആക്സിഡന്റ്. ഇങ്ങോട്ട് തലയിൽ ഇരിഞ്ഞ ബുദ്ധിയായിരിക്കും. ഇതിന് ഞാൻ പിന്നെ കണക്കിലെടുത്തിട്ടില്ല. നീ കളത്തിരത്തിന് കൂട്ടി നിൽക്കുന്നു വിചാരിച്ചില്ല. എന്താ നടി നീ പറയുന്നത്? ആക്സിഡന്റ് ആണെന്ന് ആരെങ്കിലും വെറുതെ പറയോ? മക്കളെ എല്ലാരും ആശുപത്രിയിലായി. ആ കൊച്ചിനെ ഒന്നും കുഴപ്പമില്ലല്ലേ? കുഴപ്പമില്ല, നമ്മളെല്ലാരും അവിടെ ഉണ്ടായിരുന്നമ്മ. അല്ല പിന്നെ ബാക്കിയുള്ളവരൊക്കെ 4 മണിക്ക് പോയി. അവന് കുഴപ്പമില്ല, അവന് വീട്ടിൽ നിന്ന് കാളെല്ലാം വന്നു. അപ്പൊ ഇനി പോയാലും മതിയാ? എന്തിന് പരിപാടിക്കാ? അതെല്ലാം അപ്പൊ തന്നെ കഴിഞ്ഞമ്മ. എല്ലാരും 4 മണിക്ക് പോയല്ലോ. ഞാനാണെങ്കിൽ അങ്ങോട്ട് വരാൻ ഉടുത്തൊരുങ്ങി അങ്ങനെ അതേപടി ഇരിക്കുക, തുണി പോലും മാറിയില്ല. അത് നമ്മൾ വിഷമിക്കണ്ട, അടുത്ത പ്രാവശ്യം പരിപാടി ഉണ്ട്, അപ്പോഴത്തേക്ക് നമുക്ക് കൂടാം. നല്ലത് വിട്ടുംകുറ്റി പോലത്തെ പാൻറ് ഇട്ട് പോയപ്പോഴേ ഞാൻ കണക്കാക്കിയിട്ടുണ്ട്. ആ പഴയ കൂട്ടുകാരികളൊക്കെ കണ്ടപ്പോ വീട്ടുകാരോട് മറന്നു. അതന്നെ പറ, പെൺപിള്ളേരെ എരിയാറ്റാഞ്ഞിട്ട് അവൻ ഓരോന്നോരോന്ന് പറയുവാ. ആ ഉള്ളത് പറഞ്ഞ അങ്ങനെ തന്നെ അറിയാം. നീ ഒരു കാര്യം ചെയ്യ്, ഒന്ന് ഡ്രസ്സ് മാറിയിട്ടോ നമുക്ക് പോകാനുള്ളതാണ്.
അതാരാ അത്? ആ, ഉദയ. വാ, വാ. വാ ഭക്ഷണം പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടുവന്നായിട്ട് ആർക്കും വേണം. ഇതേ കാര്യങ്ങളൊക്കെ ആര് മക്കളെ? ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. ദിലീപ്. ആ ഇത് ദിലീപ്. ഈ ദിലീപാണ് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ പ്രസിഡന്റ്. ഉദയനാണ് നമ്മുടെ ട്രഷറർ. അല്ല ഇത് അമ്മ, ഇതെന്റെ ഭാര്യ ജമന്തി, അതെന്റെ പെങ്ങൾ തങ്കം, അതായത് എന്റെ ഭാര്യ. ഇതെന്റെ അമ്മാവൻ. അല്ല മക്കളെ, ആശുപത്രി കിടക്കുന്ന കൊച്ചിന് എങ്ങനെയുണ്ട്? ഇല്ല അമ്മ, കുഴപ്പമൊന്നുമില്ല. ഒന്നുമില്ല. പരിപാടിയൊക്കെ ആകെ അത് സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം അടിച്ച് വിളിക്കാല്ലേ. വിധിയല്ലേ, നമുക്ക് വല്ലതും ചെയ്യാം. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു രണ്ടുപേരും. നമ്മള് മാത്രമല്ല, നീ ഒരുപാട് രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഇവരെ ആദരിക്കാൻ വേണ്ടി ഞങ്ങൾ രഹസ്യമായിട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഫംഗ്ഷൻ അല്ല. ആ, പക്ഷേ അതിവിടെ വെച്ച് തരാൻ തീരുമാനിച്ചു. ഫംഗ്ഷൻ നടന്നില്ലോ. അതിന്റെ കാര്യമൊന്നുമില്ലടാ. അതൊന്നും സാരമില്ല, നമ്മള് അങ്ങനെയല്ല, നിങ്ങളുടെ എഫേർട്ടിനൊരു ഇല്ലേ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറയാം. അതായത് ഞങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വീട്ടിലെ ഒരു കാര്യം നോക്കാതെ നടക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ ഒരു വഴക്ക് പോലും പറയാതെ, മുഖമൊന്ന് വീർപ്പിക്കാതെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഭാര്യമാര്. അങ്ങനെ നിങ്ങൾക്ക് സമ്മാനം കൊടുക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ നിങ്ങൾ സമ്മാനം കൊടുക്കേണ്ടത് ഇവർക്ക് രണ്ടാണ്. തീർച്ചയായിട്ടും. ആ ഓ ബിരിയാണി അങ്ങോട്ട് മാറ്റി കളി. ദാ, ജമന്തിക്ക്, ശരി. തങ്കത്തിന്. പങ്കിടി. ആ ആ. അപ്പൊ ശരിയല്ലേ, ബാക്കി എല്ലായിടത്തും ഓടി എത്തണ്ടേ? എടീ, നീ പോണതിന് മുമ്പ് ഒരു സമയം കൂടണം. കൂടാ. ആ, അമ്മേ പിന്നെ നമുക്കൊരു ദിവസം ശരി ഉദയ. അപ്പൊ ഹോസ്പിറ്റലിൽ പോയിട്ട് വിളിക്കണേ. ആ ശരി കറി. എന്നെ ആദരിക്കുന്നു പറഞ്ഞാ നീ കൊണ്ടുപോയിരുന്നിട്ട് അവർക്ക് രണ്ടുപേർക്കും സമ്മാനം ഞാൻ എന്തോ ചെയ്യണം? അമ്മ ആദരിച്ചില്ലേ? ഞാൻ തരാം ആദരിച്ച്. ശോ, അമ്മ ആദരിക്കാൻ വേണം. എല്ലാവരും ഒന്ന് കഴിക്കണം. എല്ലായിടത്തും കഴിച്ചാ കഴിക്കുക. അമ്മ ആദരിക്കാൻ വേണം. അമ്മ കണ്ണടയ്ക്കോ?